ഓക്കെ, നമുക്ക് തുടങ്ങാം. So we studied about jute. Coir is a coarse fiber extracted from the fibrous outer shell of a coconut. Coir means what? Good afternoon, Miss. Good afternoon. 1 second. Okay. Coir means what? Good afternoon, Miss. Good afternoon. Coir എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കയറ്. കയറ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കയറിൽ എന്തെങ്കിലും കെട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കയർ. ഈ കയർ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആദ്യം I think you may be knowing because near a house one coir factory is there, isn't it? Do you know? പോയിട്ടുണ്ടോ അവിടെ? Adira, have you gone there? You have not yet gone. It's very close to your house, isn't it? അടുത്തല്ലേ? എന്നിട്ട് ഇതുവരെ പോയിട്ടില്ല? ഇല്ല. Okay. Anybody knows? കയർ എങ്ങനെ ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും അറിയോ? Anybody knows how to make a coir? Nobody knows. Sri Vishnu, do you know? Sri Vishnu, do you know? Don't know. Joel, do you know? Don't know. Nijad, do you know? Shanifa, Halima, Harinanda, Ashwin? Nobody knows. Aromal. On your video, please. Aromal, please. Miss, video on Miss stuck ആയിട്ടാ വരുന്നത്. Okay. Why you did not come to school then today? ഞാൻ കടയിലാ. Okay. So coir എങ്ങനെ ഉണ്ടാക്കുന്നത്? കയർ എങ്ങനെ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് അറിയാമോ? കയർ എന്താന്ന് അറിയാമോ? അറിയാം. അശ്വിന് അറിയാം കയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അറിയാം അല്ലെ? എന്തിനാ ഉപയോഗിക്കുന്ന കയറ്? വല്ലതും കെട്ടാനൊക്കെ ആയിട്ടല്ലേ? ഓക്കെ. Adira is ready to answer, I think. Adira, are you ready to answer? No, you were asking something there. I thought you are ready to answer. Okay. ചകിരിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഫ്രം കോക്കനട്ട് ഫൈബർ. അതായത് നമ്മൾ തേങ്ങ പൊതിച്ച് കിട്ടുന്ന ചകിരിയില്ലേ തെങ്ങിന്റെ? ഫ്രം ദാറ്റ് അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് ചകിരിയിൽ നിന്ന് നേരിട്ട് നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല. So many procedures are there. Coir is a coarse fiber extracted from the fibrous outer shell of a coconut. കോക്കനട്ടിന് ഏറ്റവും പുറത്തുള്ള ചകിരി എന്ന് നമ്മൾ വിളിക്കുന്ന കോക്കനട്ട്. നിങ്ങൾ എന്തായാലും പറയുന്നത് തൊണ്ടെന്നോ എന്തൊക്കെ പറയൂല്ലോ, ഓരോ സ്ഥലത്ത് ഓരോ പേര് പറയും. ഞങ്ങൾ ചകിരി എന്നാണ് പറയുന്നത്. ഓക്കെ, കോക്കനട്ട് ഫൈബർ. ഓക്കെ, അതിൽ നിന്നാണ്. അത് കുറെ വെള്ളത്തിലിട്ട് അതിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്. ഇങ്ങനെ the coir fiber is relatively waterproof and is one of the few natural fibers resistant to damage by salt water. It is used to make floor mats and doormats, brushes, mattresses, sacking and ropes. The state of Kerala produces about 60% of the total world supply of coir fiber. See, നമുക്കറിയാം ഈ കോക്കനട്ട് ഷെല്ല്, അതായത് ചകിരി, കോക്കനട്ട് ഷെല്ലിൽ കോക്കനട്ട് ഫൈബർ, they will put it in water and they will it has to undergo some procedures. അതിന് കുറെ ചടങ്ങുകൾ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളൊരു കോയർ ഫാക്ടറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നിയർ ആതിരാസ് ഹൗസ് there is one coir factory. After the lockdown we will go there. Okay, after the lockdown when we come to school we all together will go to the coir factory there and we will see how they will make a coir. ചകിരിയിൽ കൊണ്ട് എങ്ങനെ അവർ കയറുണ്ടാക്കുന്നു, നമുക്ക് കയറ് പിരിക്കുന്നതൊക്കെ അവിടെ നമുക്ക് പോയി കാണാം കേട്ടോ, ലോക്ക്ഡൌൺ കഴിയട്ടെ. Okay, are you ready to come? Yes, okay. Joel, can you hear properly? Okay. So, ഈ കോക്കനട്ട് ഷെല്ല് ഇത് coir fiber is relatively waterproof and is one of the few natural fibers resistant to damage by salt water. ഒരു വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ, നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മാട്രസ് ആയിട്ട്, ചവിട്ടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? ഡു യു ഹാവ് ഈ കയറും കൊണ്ടുള്ള ചവിട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഹൗ മെനി ഓഫ് യു ഹാവ്? 1
നോ, ഒരാൾക്കുള്ളോ? 2 പേർക്കുണ്ട്. ഷാരിഫിന്റെ വീട്ടിലുണ്ടോ? നമ്മൾ സാധാരണ മുറ്റത്തൊക്കെ, ഓക്കെ ഓക്കെ, മുറ്റത്തൊക്കെ ഇടുന്നത് നമ്മൾ സാധാരണ ഈ കയറ് കൊണ്ടുണ്ടാക്കിയേക്കുന്ന ചവിട്ടിയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? തുണി കൊണ്ടുള്ളതാകുമ്പോൾ നനഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ടി പിടിച്ചിരിക്കും അല്ലെ? അത് തന്നെയല്ല, കുറെ ദിവസം അത് ഈ തുണി കൊണ്ടുള്ള ചവിട്ടി നമ്മൾ മുറ്റത്ത് തന്നെ, മുറ്റത്തല്ല, ജസ്റ്റ് നമ്മൾ കയറി വരുന്നത് നമ്മുടെ കോട്ടയാടില് തിണ്ണയിലോട്ട് കയറുന്ന ആ ഭാഗത്ത്, മഴ നനയുന്ന ഭാഗത്തൊക്കെ നമ്മൾ സാധാരണ കയറും കൊണ്ടുള്ള ചവിട്ടികളാണ് ഇടുന്നത്. എന്താന്ന് വെച്ചാൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ നശിച്ചു പോകത്തില്ല, പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. തുണിയെ കമ്പയർ ചെയ്ത് തുണിയാകുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് ചെളി പിടിക്കും ഒക്കെ, അങ്ങനെ നമുക്കറിയാം. അത് തുണി കൊണ്ടുള്ള മാട്രസസ് വി വിൽ യൂസ് ഇൻസൈഡ് ദ ഹൗസ്, ബട്ട് ദി സ്ക്വയർ മാട്രസസ് വി വിൽ യൂസ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് മീൻസ് നോട്ട് ഇൻ ദ കോർട്ട്യാർഡ്, മുറ്റത്തല്ല, പക്ഷെ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ, മുറ്റത്ത് നിന്ന് നേരെ നമ്മൾ ചവിട്ടി കയറുമ്പോൾ എന്തായാലും നമ്മുടെ കാലൊക്കെ നനഞ്ഞതും ചെളി പിടിച്ചതും ഒക്കെ ആണെങ്കിൽ വി ക്യാൻ വാഷ് ഇറ്റ് ഈസിലി ആൻഡ് വി ക്യാൻ ഡ്രൈ ഓൾസോ. ഇത് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ടൈലൊക്കെ ഇട്ട വീടുകളിലൊക്കെ പല പല മോഡലുകൾ, അതായത് ക്ലോത്തിൻ്റെയോ അല്ലാതെ ഈ കയറും കൊണ്ടുള്ള ചവിട്ടികളോ അല്ലാതെ സിന്തറ്റിക് രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ കാണാൻ നല്ല ഗ്ലാമർ, നല്ല ഭംഗി ഉണ്ടാകും കാണാൻ, ബട്ട് വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട് അല്ലേ? ചിലതൊക്കെ ഇങ്ങനെ വെള്ളം, അതായത് മേൽഭാഗത്ത് മാത്രം വെള്ളം കെട്ടിക്കിടന്നിട്ട് പിന്നെ അത് അങ്ങനെ ഒരു ഇതില്ലാത്തത് തരം. പക്ഷെ നമ്മൾ കയറിന്റെ തന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിനകത്ത്. അത് the coir fiber is relatively waterproof and is one of the few natural fibers resist to damage by salt water. ഉപ്പുവെള്ളമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടാവാത്ത ഒന്നാണ് നമ്മുടെ ഈ ചകിരി കൊണ്ടുള്ള ചവിട്ടി. And it is used to make floor mats and door mats, brushes, mattresses, sacking and ropes. അതുകൊണ്ട് പല രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനത്തെ ബ്രഷുകൾ കണ്ടിട്ടുണ്ടോ? ചകിരി കൊണ്ടുള്ള ബ്രഷുകളൊക്കെ. ഓക്കെ, അങ്ങനെ പല ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. The state of Kerala produces 60% of world's total world supply coir mattress, coir fiber. അതായത് ലോകത്തിലെ ഏറ്റവും, ലോകത്തിൽ 100% ഉണ്ടാക്കുന്നതിൽ 60% കോയർ പ്രൊഡക്ട്സ് പോകുന്നത് നമ്മുടെ ഇവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. ഓക്കെ, ഈ പിള്ളേരൊക്കെ ഇവിടെ ക്ലാസ് തുടങ്ങി. സോ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ 60% ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കേരള. അപ്പൊ നമുക്ക് അഭിമാനിക്കാം അല്ലേ? കേരളത്തിൽ ഒരുപാട് കോക്കനട്ട് ട്രീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വി ഗെറ്റ് plenty of coconut and we can make coconut fibers. We will get coconut fibers from that, and from this fiber we will make use we will make use it, and from this fiber we make many coir products. Next, silk cotton is a plant fiber obtained from the silky hairs that surround the seeds of the kapok tree that grow in India and Malaysia. ആരുടെ വീട്ടിലെ പട്ടി ഇപ്പം വിളിച്ച? ആരുടെയോ വീട്ടിലെ പട്ടി വിളിച്ചായിരുന്നു. ഓക്കെ, സോ ഹെവന്റെ വീട്ടിലെ പട്ടിയാന്ന് തോന്നുന്നല്ലേ ഹെവനെ ഇപ്പം വിളിച്ചത്? Okay, good. Okay, so silk cotton is a plant fiber obtained from the silky hairs that surround the seeds of a kapok trees. Wait, share screen. ഇത് നിങ്ങൾക്ക് അടുത്ത ഇതിലേക്ക് പോകുന്നതാണ്. ഞാൻ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. One second. Yes? Nothing? Okay, I will share one screen. Okay, wait.
Kapok tree. This is a kapok tree. This tree that is grows in India and Malaysia. Silk cotton is light and fluffy, and is used for stuffing cushions. ഇതിൽ നിന്ന് കുഷ്യൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കോട്ടൺ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലും മലേഷ്യയിലും ഒക്കെ ഒരുപാടുണ്ട്. ഓക്കെ, see. ഇതിനകത്തുനിന്ന് കോട്ടൺ ഉണ്ടാകുന്നുണ്ടോ? പഞ്ഞി വറക്കുന്നുണ്ടോ? ഈ പഞ്ഞി കൊണ്ട് കുഷ്യനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അപ്പൂപ്പൻ താടി നമ്മൾ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ആ ട്രീയിൽ നിന്ന് നമുക്ക് അതാണ് സിൽക്ക് കോട്ടൺ വി ഗെറ്റ് ഫ്രം kapok tree. It is grown in a plenty in India and Malaysia. Silk cotton is light and fluffy and is used for stuffing cushions and mattresses. It is also used for sound insulations. The oil obtained from the seed is used in food and in the manufacture of soap. Soap ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിൽ നിന്ന് ഇതിന്റെ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. Okay, next synthetic fibers. നമ്മൾ cotton fiber complete, jute എല്ലാം complete ചെയ്താണ്. Next synthetic fiber. Synthetic fiber means what? Synthetic fiber is the chemical materials used fiber. അതായത് chemical materials ഉപയോഗിച്ചുകൊണ്ടുള്ള ഫൈബർ ആണ് synthetic fiber. Okay. Nylon and polyester are synthetic fibers. They are actually plastics made from chemicals that are obtained mostly from petroleum. So, nylon and polyester threads. Who has to unmute? Nylon and polyester are synthetic fibers, and they are made from the plastics from using chemicals that are obtained mostly from petroleum. Petroleum ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന polyester and nylon clothes. The plastic is first heated to melt it. It is then forced through a device called a spinneret. I'll share a screen that. Spinneret machines. Can you see? ഇത് സ്പിന്നററ്റ് മെഷീൻ. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പോളിയസ്റ്റർ നൂലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
The plastic is first heated to melt it. നമ്മൾ പറഞ്ഞ പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നാണ് നമ്മൾ പോളിസ്റ്റർ ആൻഡ് നൈലോൺ ത്രെഡ്സ് ഉണ്ടാക്കുന്നത്. അത് ഫസ്റ്റ് അത് ചൂടാക്കും and it will be melted. And it is then forced through a device called spinneret, which contains fine holes. See, you can see the holes. Can you see? Okay. The long threads that emerge from the holes are allowed to cool and solidify. Several of these threads are twisted together to make the yarn, which is then used to make a synthetic cloth. ഇതിന്റെ ഉള്ളിൽ കൂടി ഇതിൽ വീഡിയോ ഉണ്ടോ നോക്കട്ടെ. വീഡിയോസ് അത് ഹോളിൽ കൂടെ നൂലിടുന്നത്. ഫുൾ വീഡിയോ നമ്മൾ കാണാൻ നിന്നാൽ നമുക്ക് ഒത്തിരി സമയം പോകും. അത് ക്ലിയർ ആയിട്ട് വരുന്നില്ല. ഞാൻ വിചാരിച്ചു അത് ആക്ച്വലി ഇവിടുന്ന് നൂല് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന വീഡിയോ ആണെന്ന് വിചാരിച്ചു. Okay. So it contains the fine holes. The long threads that emerge from the holes are allowed to cool and solidify. Several of these threads are twisted together to make the yarn. So അതിൻ്റെ ഉള്ളിലേക്ക് വിടുന്ന ഇത് ചൂടാക്കിയ സാധനമാണ്, മെൽറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വിടുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പിച്ച ശേഷം അപ്പൊ അതൊരു നൂല് പോലെയാകും അല്ലെ. നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ബേൺഡ് പ്ലാസ്റ്റിക്സ്? Okay. How it will be? Have you ever burned a paper? Paper കത്തിച്ചിട്ടുണ്ടോ? Yes. And both paper and plastic. What is the difference between that? എന്താണ് അതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താണ്? Can anyone tell? Who will tell? Afroz, can you tell? അഫ്രോസിന് പറയാമോ അതിന്റെ ഡിഫറൻസ് എന്താണെന്ന്? നമുക്ക് പേപ്പർ കത്തിച്ചാലും പ്ലാസ്റ്റിക് കത്തിച്ചാലും ഡിഫറൻസ് എങ്ങനെ എന്താണ്? എന്ത് തോന്നിയിട്ടുണ്ടോ കൊച്ചിന് അത് കത്തിക്കുമ്പോൾ? വെരി ഗുഡ്. പേപ്പർ കത്തിക്കുമ്പോ പേപ്പർ അത് കത്തി പൊടിയാകുന്നു. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ കൊട്ടയാകുമ്പം അത് ഉരുകി പോകുന്നു. പ്ലാസ്റ്റിക് ആകുമ്പം അത് ഉരുകുവാണ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ. സോ വെൻ വി ബേൺ paper, it will burn and it will produce ash. Ash means what? Charam. It will produce ash. But if we burn plastics, it won't burn like that way. It will melt only. Melt means what? Urugum. Urugi angotu veezhuvana. And it does not produce any ash. That ash charam undaakkunnilla. Charathinu endha parayunne? Venneero. Charam ennaanu njan parayunnathu. Chilavരുടെ venneer endha parayunne? Okay, മനസ്സിലായോ? Ash means okay. ചിലവര് വെണ്ണീർ എന്ന് പറയും, ചിലവര് ഞങ്ങള് ചാറെന്ന് പറയും. ഇനി വേറെ വല്ല ഭാഷയും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെന്ത് പറയും? ഞങ്ങൾ ചാരെന്ന് പറയും. ചാരം. ചിലവര് ഇനി ആഫ്രോസ് നിങ്ങൾ എന്ത് പറയും? ചാരാണോ പറയുന്നത്? അതെ വെണ്ണീർ എന്താ പറയുന്നത്? വെണ്ണീർ. ശ്രീവിഷ്ണു മനസ്സിലായില്ല സംഭവം എന്താണെന്നോ? ഓക്കെ ഓക്കെ. ചാരവോ വെണ്ണീറോ മനസ്സിലായില്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആഷ്? So when we burn a paper, we will get ash. But when we burn plastics, we will not get ash. Instead of that, it will melt and then it will be in a liquid form first while melting. അത് ഉരുകുന്ന സമയത്ത് അതൊരു ലിക്വിഡ് ഫോമിലായിരിക്കും. അതിനുശേഷം അത് കട്ടിയാകും അല്ലെ? ലൈക്ക് ക്യാൻഡിൽ ആൻഡ് ഓൾ. വാക്സ് പോലെയാണ്. അത് ഉരുകുമ്പോൾ അത് വെള്ളം പോലെ അങ്ങനെ വീഴുന്നു. പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഓരോ ഡ്രോപ്പ് ആയിട്ട് താഴോട്ട് വീഴും. അത് അവിടെ നിന്ന് കട്ടിയാകും പിന്നെ അല്ല, തിക്കായിട്ട് വരും. എന്തുവാ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ക്ലാസ് ടൈമിൽ പോകുന്നു വരുന്നു?
Okay. So like the same way only, cotton cloth, if you burn cotton cloth, it will burn and will get ash. But if you burn synthetic fiber cloth, it will not burn like that way. Instead of that, it will be melting only. നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സുകളിൽ കത്തിക്കുമ്പോൾ, അതായത് പഴയ എന്താ ഇത് ഇങ്ങനെ ക്ലാസ് ടൈമിൽ ഈ പോക്കും വരവും തന്നെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കോട്ടൺ ക്ലോത്ത് ഒന്ന് കത്തിച്ച് നോക്കുക. ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ അത് കത്തി, ഈ പേപ്പർ കത്തുന്ന പോലെ കത്തി അത് ചാരമാകും. ആൻഡ് ബട്ട് ഇഫ് യു ബേൺ എ ബനിയൻ ടൈപ്പ് ക്ലോത്ത് or polyester type of cloth, it will not burn. Instead of that, polyester or nylon cloth, it will not burn. Instead that, it will be melting only. അത് മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളുടെ ഡ്രസ്സിന് തീ പിടിക്കുമ്പോൾ കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീ ഇങ്ങനെ അണയ്ക്കാൻ പറ്റും. തീപിടുത്തമുണ്ടായാലും എങ്ങനെയും അത് നമുക്ക് അതൊരു ഏതെങ്കിലും രീതിയിൽ നമുക്ക് അണയ്ക്കാൻ പറ്റും. പക്ഷെ പോളിസ്റ്റർ ക്ലോത്ത് ആണെങ്കിൽ എന്താണ്, തീ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് സിന്തറ്റിക് ക്ലോത്തുകൾ, നാച്ചുറൽ അല്ലാത്ത മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ക്ലോത്തുകളാണെന്നൊരിക്കൽ എന്ത് സംഭവിക്കും, തീ പിടിച്ചു കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തോട്ട് ഒട്ടിപ്പിടിക്കും, കൂടുതൽ പൊള്ളും. പക്ഷെ കോട്ടൺ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ തീ പിടിച്ച ആളിയും കത്തും, പൊള്ളലേക്കും തീർച്ചയായിട്ടും. ബട്ട് കമ്പയർഡ് ടു synthetic cloth, cotton clothes are better. So I think you might have studied, you wear cotton clothes while you work in the kitchen. അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോട്ടൺ ക്ലോത്ത് ധരിക്കണം, പ്രത്യേകിച്ച് സിന്തറ്റിക് രീതിയിലുള്ള ക്ലോത്തുകളൊന്നും ധരിക്കരുത്, സാരി ഒന്നും ധരിക്കരുതെന്ന് പറയും അല്ലെ. എന്താണെന്ന് വെച്ചാൽ അത് ഉരുകി പിടിക്കും തീപിടുത്തം ഉണ്ടായിരുന്നാല്. മറ്റതാണെങ്കിൽ അങ്ങ് കത്തിപ്പോകുകയാണ് ചെയ്യുന്നത്. ഇത് ഉരുകി പിന്നെ ആ ഉരുകുന്നതിന്റെ അതിന്റെ പൊള്ളലും എല്ലാം കൂടെ നമുക്ക് ഇറ്റ് വിൽ ബി ഹെവി. സോ ഹിയർ ഇവിടെ ഈ പറഞ്ഞ പോലെ സ്പിന്നറേറ്റിൽ ഇട്ട് കഴിയുമ്പോൾ അത് ചൂടോടെ അങ്ങോട്ട് ഇരുന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് തണുത്ത് കഴിയുമ്പോൾ നൂല് പോലെ അങ്ങനത്തെ കുറെ നൂലുകൾ ചേർത്ത് ത്രെഡ് ആക്കിയിട്ട് യാണാക്കിയിട്ട് they will make synthetic cloth. Clothes made from synthetic fibers are stronger and do not wrinkle easily. They also dry easily. You know that cotton cloth will take more time to dry, and compared to cotton cloth, synthetic clothes will dry fastly. അത് വേഗം വെള്ളം വാർന്ന് ഉണങ്ങി കിട്ടും നമുക്ക്. ഉടുപ്പ് നിങ്ങൾക്കറിയാം, ലാസ്റ്റ് ഇയേഴ്സ് നിങ്ങളുടെ ഡ്രസ്സുകൾ, നിങ്ങളുടെ യൂണിഫോം അതൊരുമാതിരി സിന്തറ്റിക് ക്ലോത്ത് ആണ് അല്ലെ, അത് വേഗം ഉണങ്ങും ഷർട്ടൊക്കെ. പക്ഷെ പാൻറ്റോ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഇറ്റ് ഇസ് കോട്ടൺ, ഇസ്ന്റ് ഇറ്റ്? നിങ്ങളുടെ ഡ്രസ്സുകൾ നിങ്ങൾക്കറിയാം, അമ്മയുടെ സാരി കണ്ടിട്ടുണ്ടോ? ഈ സാരിയൊക്കെ പെട്ടെന്ന് ഉണങ്ങും, അലക്കിയിട്ടെന്നാൽ വേഗം ഉണങ്ങും. സാരി, ചുരിദാറിന്റെ ഷാള്, പിന്നെ ഈ സിന്തറ്റിക് മോഡലുള്ള ഉടുപ്പുകളൊക്കെ വേഗം ഉണങ്ങും. പക്ഷെ കോട്ടൺ ക്ലോത്ത് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ടു ഡ്രൈ. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് കോട്ടൺ ക്ലോത്ത്സ് വിൽ റിങ്കിൾ മീൻസ് വാട്ട്? റിങ്കിൾ മീൻസ് ചുളുങ്ങുക. കോട്ടൺ ക്ലോത്ത് വേഗം ചുളുങ്ങും. നമ്മൾ അലക്കിയിട്ട് പിഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അയൺ ചെയ്ത് പിന്നെ ഇടാൻ പറ്റത്തില്ല. അതേസമയം നിങ്ങൾ ഇട്ടിരിക്കുന്ന ബനിയൻ ടൈപ്പ് ഒക്കെ ആണെങ്കിലോ അത്ര വേഗം ചുളുങ്ങത്തില്ല അല്ലെ. പോളിസ്റ്റർ തരം അല്ലെങ്കിൽ നൈലോൺ തരം ഉടുപ്പുകളൊക്കെ ആണെങ്കിൽ എപ്പോഴും അയൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ കോട്ടൺ ഷർട്ടൊക്കെ ആണെങ്കിൽ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞൊക്കെ കഴിഞ്ഞ് അഴയിലിട്ട് കഴിഞ്ഞിട്ട് ഉണക്കി എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ അത് അയൺ ചെയ്യാതിടാൻ പറ്റാത്തില്ലാത്തൊരവസ്ഥയാണ് അല്ലെ. Okay, so clothes made from synthetic fibers are stronger and do not wrinkle easily. They also dry easily, but they have less air space in them than natural fibers and do not breathe so well. They also cannot absorb sweat. These properties make them unsuitable for hot and humid weather. But this synthetic clothes we cannot wear during winter, summer season, means hot season le namakku ubhayikkan pattathilla, because it has a less air space compared to cotton clothes or natural fiber clothes, that is silk, it may be silk or wool or cotton. ഈ മൂന്നെണ്ണത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ സിന്തറ്റിക് ഫൈബറിലുള്ള ക്ലോത്തുകളിലൊക്കെ കൂടുതൽ എയർ സ്പേസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് അധികം ചൂടോ അധികം തണുപ്പോ താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചൂട് കാലത്തൊക്കെ നമ്മൾ കോട്ടൺ ക്ലോത്ത് ആണ് ധരിക്കുന്നത് അല്ലെ. അപ്പം ഇതിന് ഒരുപാട് എയർ ഉള്ളിലേക്ക് കയറ്റിവിടാൻ പറ്റാത്തതുകൊണ്ട് ബോഡീന് ചൂടായിരിക്കും. നമുക്കറിയാം വേനൽക്കാലത്ത് നമ്മൾ പോളിസ്റ്റർ ഡ്രസ്സ് ധരിക്കാറുണ്ടോ? സമ്മർ സീസൺ യു വിൽ വെയർ ഓൺലി കോട്ടൺ ക്ലോത്ത്സ്, isn't it?
They are often mixed with the natural fibers such as cotton or wool to make a cloth which has strength and can also breathe and absorb sweat. See, now നമ്മൾ തുണിയൊക്കെ വാങ്ങുമ്പോൾ 100% കോട്ടൺ എഴുതിയിരിക്കുന്ന ക്ലോത്ത് കണ്ടിട്ടുണ്ടാകും. That is only fully completely natural cloth ആയിരിക്കും. But synthetic fibers are mixed with the cotton cloth to make it more strong. കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് മിക്സ് ആക്കാറുണ്ട്. നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബർ ബോത്ത് they will mix to make it more strong. They are often mixed with the natural fibers such as cotton or wool to make cloth which has strength and can also breathe and observe. അപ്പോൾ രണ്ട് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെങ്ത്, അതായത് കുറേ നാളത്തേന് ഉപയോഗിക്കാനും പറ്റും, പക്ഷേ ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ അതിനുണ്ട്. ഓക്കെ, സോ lesson is over. And if you have any doubts, please ask now. Otherwise, we will go to question answers. എന്തെങ്കിലും ഡൗട്ടുകൾ നാച്ചുറൽ ഫൈബറിനെ കുറിച്ചും സിന്തറ്റിക് ഫൈബറിനെ കുറിച്ചും ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോ മക്കളെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ, ഇല്ല നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. Joel, do you have any doubt? Nijad, Mohammed, Shanifa, Harinanda, Halima, Sri Vishnu, Adira, Heaven, Aromal. എന്താണ് ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. ടേക്ക് യുവർ പെൻസിൽസ് ഓൾസോ വിത്ത് യു. പെൻസില് we will discuss the answers. Here are some oral questions are there. Page number 28 oral questions. Take page number 28 oral questions. First one, fabrics are made from yarns. What are yarns made up of? Fabric yarns കൊണ്ടുണ്ടാക്കുന്ന ഈ yarns എന്തുകൊണ്ടുണ്ടാക്കുന്നത്? Yarns are made up of fibers. അവിടെ ആൻസർ നിങ്ങൾ എഴുതിക്കോ, ഫൈബർ, FIBRE. നിങ്ങൾ കണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടോ? ഡിഡ് യു സീ ദ ക്വസ്റ്റ്യൻ? പേജ് നമ്പർ 28. പേജ് നമ്പർ 28 ഓറൽ ക്വസ്റ്റ്യൻസ്. Wool, did you see the heading wool and below that oral question, the above silk heading? Did you see that? Okay, so fabrics are made from yarns. Fabrics തുണികള് yarn കൊണ്ടുണ്ടാക്കുന്നല്ലോ. ഈ നൂൽ എങ്ങനെ ഉണ്ടാക്കുന്നത്? yarns are made from fibers. Fiber, FIBRE, fiber. Write the answer there. Joel, please write. Fiber. Afros and all വന്നിട്ടെല്ലാം പോയോ? Next, name two naturally obtained fiber. Two naturally obtained fiber. എന്തെങ്കിലും രണ്ടെണ്ണത്തിന്റെ പേര് പറഞ്ഞേ. ഹെവൻ, നാച്ചുറലി ഒബ്റ്റൈൻഡ് ഫൈബർ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫൈബർ രണ്ടെണ്ണത്തിന്റെ പേര് പറഞ്ഞേ. സിൽക്ക്, വൂള്. Silk and wool. You can write silk, wool or cotton. You can write cotton also. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിക്കോ. സിൽക്ക്, ഫൈബർ, wool. Sorry, silk, cotton and wool. Sri Vishnu, did you write? Okay. Third question. Are your denim jeans made up of natural or synthetic fiber? നിങ്ങളുടെ ഡെനിം ജീൻസ് എന്തുകൊണ്ടുണ്ടാക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ കൊണ്ടാണോ ഓർ സിന്തറ്റിക് ഫൈബർ? ഇറ്റ്സ് നാച്ചുറൽ ഫൈബർ. റൈറ്റ്, നാച്ചുറൽ. NATURAL, നാച്ചുറൽ. NATURAL, natural. Joel, did you write, my dear? Okay. Next, fourth question. Knitting is another name for weaving. Do you agree? Give reason. Knitting is another name for weaving. Knitting എന്ന് പറയുന്നത് weaving ന് വേറെ പേരാണ്. Do you agree with this?
നോ. അതിന്റെ ആൻസർ ഞാൻ വൈകുന്നേരം വാട്സപ്പിൽ ഇട്ട് തരുമ്പോൾ എഴുതിയാൽ മതി കേട്ടോ. ഇറ്റ്സ് എ ബിഗ് ആൻസർ, ലിറ്റിൽ ബിഗ്, യു കാൻ റൈറ്റ് ദെയർ. ഓക്കെ. No, in knitting, a single yarn is used to make a fabric, but in weaving, two sets. I showed you in horizontal and vertical. In two sets of yarns are used. Okay. Next, page number 30. Page number 30 take. There are some oral questions last. Page number 30 beginning oral questions. What advantages does silk have over cotton? Cotton ekal vechu nokkumbol silk ന് എന്താണ് കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്? Silk is smoother than cotton. കോട്ടനേക്കാൾ സ്മൂത്ത് ആണ്. സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എന്താ പറയണ്ടേ, മിനുസമുള്ളതാണ്, സോഫ്റ്റ് ആണ് അല്ലേ. സോ സിൽക്ക് is smoother than cotton and shiny in appearance. കോട്ടനെ പോലെയല്ല, നല്ല തിളക്കമുണ്ട്, പടപള തിളങ്ങുന്നതാണ്. ഇവിടെ ആരെങ്കിലും സിൽക്ക് ഡ്രസ് ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പം ഇല്ല അല്ലേ. Okay. Next, second question. Which part of the silk making process is okay? That is big answers. നമുക്ക് one word ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാം അല്ലേ. ആൻസേഴ്സ് നമുക്ക് വൈകുന്നേരം ചെയ്യാം. പേജ് നമ്പർ 31. Take a pencil. Which of this is not a natural fiber? ഇതിനകത്ത് നാച്ചുറൽ ഫൈബർ ഏതാണ് നാച്ചുറൽ ഫൈബർ അല്ലാത്തത്? Which is not a natural fiber? Leather, jute, wool, cotton. Halima. Leather. Leather. Halima, leather. Be aware, be active in the class, okay? Leather. Put a tick mark for leather. Did you? Okay. Next, second question. Which of these fabrics will you choose to wear in hot and humid conditions? Cotton, silk, nylon, wool. Hot season. Okay. Which fabrics you will take? Which type of clothes you will use during summer season? Cotton. Okay. Put a tick mark for cotton. Cotton. Next, historians believe that cotton clothes were first worn in dash India, Egypt, China, Europe. China. Egypt. Cotton cloth. That is silk ആണ് ചൈനയില്. Egypt. Put a tick mark for Egypt. Okay. Next, fourth one. Which of these is the leading producer of wool today? Germany, Australia, New Zealand, USA. ഏറ്റവും കൂടുതൽ wool produce ചെയ്യുന്നത് എവിടെയാണ്? ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, USA. Australia. Okay. Next, fifth one. Which of these is not a property of jute? Biodegradability, durability, smoothness, strength. ഇതിനകത്ത് ഏതാണ് പെടാത്തത്? സ്മൂത്ത്. ജൂട്ട് സ്മൂത്ത് ആണോ? Smoothness. C is the answer. Smooth. C is the answer. Smoothness. Okay. Sixth question. Which of these is not a fiber? C is the answer for the fifth question. Smoothness. Okay. ഇത് ബാക്കി അതിനകത്തുള്ള ബയോഡെഗ്രബിലിറ്റി ഉണ്ട്, നാച്ചുറൽ അല്ലേ. നെക്സ്റ്റ് ഡ്യൂറബിലിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, സ്മൂത്ത്നെസ് ഇല്ല. ജൂട്ട് എന്ന് പറയുമ്പോൾ ചാക്കല്ലേ, അതിന് സ്മൂത്ത്നെസ് ഉണ്ടോ? ഇല്ല. ഓക്കെ. Sixth question. Which of these is not a fiber? Jute, nylon, leather, wool. Leather ഒരു ഫൈബർ അല്ല, നൂല് പോലെ കിട്ടുവോ? ഇല്ല. Okay, leather is the answer. ബാക്കി നൂല് പോലെ കിട്ടുന്നതാണ് അല്ലേ. നെക്സ്റ്റ്, seventh one. Which of these do you think traps the most air? Nylon, cotton, wool, polyester. Cotton. No, wool is the answer. Next, eighth one. Which of these is not a property of nylon? Lightweight, strong, absorbs water, wrinkle free. Absorb water.
അബ്സോർബ്സ് വാട്ടർ. അബ്സോർബ്സ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തുണി അലക്കിയിട്ടുണ്ടോ? അറ്റ് എനി ടൈം ഹാവ് യു വാഷ്ഡ് യുവർ ഡ്രസ്? ഓക്കെ, ഹോൾ ഹാവ് ഡൺ. ഈ ക്ലാസ്സിൽ കയറി കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോകുന്ന ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും എല്ലാം ഇത് ചെയ്തിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ടൈം കഴിഞ്ഞേ നിങ്ങൾ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിഴിഞ്ഞ് അഴയിലിടാറുണ്ടോ അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് പിഴിയാൻ പറ്റും. ബട്ട് പോളിയസ്റ്റർ ഓർ ഈ പറഞ്ഞ സിന്തറ്റിക് ഫൈബറിലുള്ള ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ പിഴിഞ്ഞാൽ വെള്ളം ക്ലിയർ ആയിട്ട് പോകത്തില്ല. ആഴെ തൂക്കിയിട്ട് കഴിഞ്ഞ് ഇറ്റിച്ചിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കും അല്ലേ? അതാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ. സോ 8th ക്വസ്റ്റ്യൻസ് ആൻസർ അബ്സോർബ് വാട്ടർ. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. ബൈ ദെൻ.